ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നില്ലേ ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ. അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല തമ്പാലിന് വേണ്ടിയിട്ടാണ്. നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് ആവശ്യം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നല്ല തമ്പാൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അരച്ചതിന് ശേഷം നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള അതേമാതിരി തന്നെ മിക്സിയുടെ ജാറിലേക്ക് 250 ml 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണം. അതിലേക്ക് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അടിച്ചതിന് ശേഷം ബാറ്റർ കുറച്ച് തിക്കാവുകയാണെങ്കിൽ മാത്രം ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് അടിച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് പാകത്തിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ദോശമാവിനേക്കാൾ കുറച്ചൊരു ലൂസായിട്ട് വേണം കിട്ടേണ്ടത്. അപ്പോൾ ഇതടിച്ച ശേഷം നമുക്ക് അതും ഒന്ന് മാറ്റി വെക്കും. അപ്പോൾ പാലും റെഡിയായി, ഈ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഇതൊരു 4-5 ചെറിയുള്ളിയാണ്. അത് ഞാനൊന്ന് ചെറിയ കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ മിൽമേൻ്റെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് കൊടുക്കുക. അതിലേക്ക് ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. നെയ്യൊന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ ഈ ചെറിയുള്ളി ചേർത്ത് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നുവെച്ചാൽ ചെറിയുള്ളി കരിഞ്ഞു പോവുകയോ ചെയ്യരുത്. ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ മൈദൻ്റെ അടിച്ച് മാറ്റി വെക്കുക, തമ്പാലും അടിച്ച് മാറ്റി വെക്കുക, ഇതുപോലെ നെയ്യിൽ കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ച് വെക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെറിയുള്ളിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തമ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി വെക്കുക. ഇത് ഇനി നമുക്ക് കുറച്ച് ഷുഗർ എടുക്കണം. ഇതിന് ഷുഗർ ആവശ്യമാണ്. ഇതുപോലെ ഷുഗറും വെക്കുക. ഇനി എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. ആ 1/4 ടീസ്പൂൺ ഉപ്പുണ്ടല്ലോ, അത് ആ പാലിലേക്ക് ഒഴിച്ചെടുക്കണം. നമ്മൾ മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാലിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഭയങ്കര നൈസായിട്ട് ദോശ ചുട്ടെടുക്കും പോലെ വേണം ചുട്ടെടുക്കാൻ. ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചുട്ടെടുക്കലെന്നുള്ളതും അതെങ്ങനെയാണ് സെറ്റാക്കി വെക്കേണ്ടതെന്നുള്ളതും ഞാനതിൽ കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് മറിച്ചിട്ടപ്പം തന്നെ എടുക്കട്ടോ, പിന്നെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ അടുത്ത ദോശയിൽ കൂടി ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്താൻ കഴിയും അത്രത്തോളം നമുക്കിതിന് ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ആ ചെറിയുള്ളി നെയ്യും കൂടി ഒഴിച്ച് ആ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് ഷുഗർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ത്രികോണാകൃതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിപ്പുറം ദോശ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര എളുപ്പമാണ്. രാവിലേക്ക് ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം തയ്യാറാക്കുകയും ചെയ്യാം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് ഇത്. നമ്മൾ കുറ്റിച്ചിറ ഭാഗത്തൊക്കെ അധികം ആൾക്കാർ, കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കുറ്റിച്ചിറ ഭാഗത്ത് അധിക ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇത് തയ്യാറാക്കലുണ്ട്. ഇതിവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യ് അതിലൊരു കണ്ടില്ലേ, തേങ്ങാപ്പാലൊരു യെല്ലോ കളറിൽ കട്ട പിടിച്ചിരിക്കണം. ആ നെയ്യ് ഇതുപോലെ കട്ട പിടിച്ചതാണ്. കാരണം തണുപ്പ് കൊണ്ട് ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനൊക്കെ തന്നെ നെയ്യ് ഉറച്ച് പോയിട്ടുണ്ട്. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ടൈറ്റായി പോകുന്നത്.
ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓരോന്ന് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്നായിട്ട് ഞാൻ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കി കൊടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ചൂടോട് കൂടി തിന്നണം, നല്ല ടേസ്റ്റാണ്. ചുട്ട അതേ രീതി തന്നെ അപ്പം തന്നെ തിന്നുമ്പം ഭയങ്കര ടേസ്റ്റാണ്. എത്ര തിന്ന് പോവാന്ന് പോലും നമുക്കറിയില്ല. ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ലാസ്റ്റ് ചുട്ട് എല്ലാം കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഷുഗറും കൂടി വിതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടി. അഥവാ ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ പേര് പറഞ്ഞാൽ ഇത് ഓട്ടഡ എന്നാണ് ഇതിന് നമ്മൾ പറയൽ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി, മസ്റ്റ് ട്രൈ ആയിട്ടാണ്.